ഒരു മസാല ദോശ ഉണ്ടാക്കാം. മസാല ദോശയില് എന്താ പറയാ കിഴങ്ങ് ആ മസാല കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. അത് ഭയങ്കര ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ദോശ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. മസാല കഴിക്കുമ്പോഴും ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പൊ എന്തൊക്കെയാ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നല്ല കഴുകി വൃത്തിയാക്കിയ തൊലിയൊക്കെ കളഞ്ഞ ഉരുളക്കിഴങ്ങ് നടുവേ രണ്ടൊന്ന് പടന്നിട്ട് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. അത് സവാള ഇതുപോലെ കീറി കിട്ടും. അതും ഒരു 3-4 പിന്നെ കാന്താരിമുളക് ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ടു. പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ, കീറിയിട്ടിടണം. ഗ്രാമ്പു 7, ഏലക്ക 7, കറുവപ്പട്ട 7 കഷ്ണം, 7 ചെറിയ കഷ്ണം മതി, ഒത്തിരി ചെറുതല്ല. പിന്നെ പെരിഞ്ചീരകം ഒരു സ്പൂണോ 2 സ്പൂണോ കിട്ടും. പിന്നെ ബേ ലീഫ് ഒരെണ്ണം ഒന്ന് കീറി ഇട്ടാൽ മതി. ഇത്രയാണ് മസാലയായിട്ട് നമ്മളിപ്പം ഇതിനകത്തേക്ക് ഇടുന്നത് കുക്കറിൽ വേവിക്കുമ്പോൾ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു മഞ്ഞ കളറിന് നിങ്ങൾക്ക് ഇച്ചിരി കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കിട്ടുള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇച്ചിരി നന്നായിട്ടിടും. എരിവിന് വേണ്ടി നമ്മൾ ആ മുളക് ഇട്ടിട്ടുണ്ടല്ലോ, കാന്താരി മുളകോ അല്ലെങ്കിൽ ആ മുളകോ. ഇനി ഉപ്പും പാകത്തിന്. ഉപ്പ് അധികം കൂടിപ്പോണ്ട കേട്ടോ, വേണമെങ്കിൽ നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ടാൽ മതി. എന്നിട്ട് കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ വേവും. ഞാൻ പക്ഷേ ഒരു വിസിൽ കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരം കൂടെ വെച്ചുകൊണ്ടിരിക്കും സിമ്മിൽ. അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നന്നായിട്ട് ഉടയ്ക്കുമ്പോൾ തന്നെ ആ മസാലയുടെയൊക്കെ നല്ല സ്മെല്ല് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊന്നുമില്ല, നേരെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കുറച്ച് ഉള്ളി വേണമെങ്കിൽ ഇടാം കേട്ടോ, ഉള്ളി ഉണ്ടെങ്കിൽ ഇടുക. പിന്നെ വേണ്ടത് മല്ലിയില, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മല്ലിയില അതിനകത്തേക്ക് ഇടണം. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും അത് നേരെ നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന മസാലയും ഇടുക. ഇതിനകത്ത് വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല, ആകെ മഞ്ഞൾപ്പൊടിയേ ഉള്ളൂ. എരിവിന് കുറച്ച് മുളക്, കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കുക. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇടണം, നല്ലതാണ് കേട്ടോ. നമുക്കിനി ദോശ ഉണ്ടാക്കാം. ഒരു കാസ്റ്റ് അയണിൻ്റെ തവയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് ഒരു സവാളയും കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്ത് അത് ശരിക്കും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ദോശ ഇങ്ങനെ കനം കുറച്ച് ചുടാനായിട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നെയ്യും ഒഴിക്കുക. എന്നിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കേ. കാരണം എന്താ വെച്ചാൽ ഈ ഇച്ചിരി കട്ടിക്കൊക്കെ ഇരിക്കുന്ന അവിടെ വേവാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും അത് നന്നായിട്ട് വെന്ത പോലെ തന്നെ വന്നോളും. അത് കഴിഞ്ഞിട്ട് അത് നല്ലത് ഈ എന്താ പറയുക കാസ്റ്റേണിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പിയാണേ ദോശ. ശരിക്കും ആ നെയ്യൊക്കെ പെട്ടിക്കഴിഞ്ഞാൽ മസാല ഇല്ലെങ്കിൽ കൂടി അത് കഴിക്കാൻ, ഈവൻ കറി പോലും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മസാലയും തേച്ച്, മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ആരെങ്കിലൊക്കെ ഉണ്ടാക്കണ്ടാവും, പക്ഷെ ഞാൻ അധികം ഇന്നും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു മസാലക്കൂട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണ കണ്ടിട്ടില്ല. ഒന്ന് കഴിച്ചു നോക്കണം, ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക് യു.